പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ മക്കൾക്കും ഈ ഒരു വർഷം വലിയൊരു അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും വർഷമാണ്. പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച കുട്ടികൾ, അതുപോലെ LKG UKG ബാലവാടി അംഗനവാടി അതിലേക്ക് പ്രവേശിച്ച കുട്ടികൾ, അവർക്കൊക്കെ കർത്താവ് നന്നായി ഈ വർഷം നല്ലൊരു ആരംഭം കുറിക്കാനായിട്ട് കർത്താവ് അവരെ സഹായിക്കട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം അത് യെശയ്യാ പ്രവചനം 54:13. ഇവിടെ വചനം ഇങ്ങനെയാണ്: കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. നമ്മുടെ കുട്ടികൾ നന്നായിട്ട്, അതായത് കർത്താവിനാൽ പഠിപ്പിക്കത്തക്ക വിധത്തിൽ. അപ്പോൾ അച്ഛനൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ട്യൂഷൻ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ കുർബാനയ്ക്ക് പ്രയോറിറ്റി കൊടുത്തു. നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശോയ്ക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൊരു ടൈം ടേബിൾ, മോർണിംഗിൽ പരമാവധി ട്യൂഷനൊക്കെ ഒന്ന് മാറ്റി ഡെയിലി മക്കളെ പരിശുദ്ധ കുർബാനയ്ക്ക് അവരെ പറഞ്ഞയക്കാനും, കുർബാനയിലൂടെ പ്രത്യേകിച്ച് വിളക്കന്നൂരിലൊക്കെ ദിവ്യകാരുണ്യത്തിലല്ലേ ഈശോ വീണ്ടും വീണ്ടും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ പറയുന്നത് മക്കളെ പരിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കുക. ബാക്കിയുള്ള കാര്യം പരിശുദ്ധ കുർബാന അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. അപ്പോൾ മാതാപിതാക്കൾ ഒരിക്കലും പരിശുദ്ധ കുർബാനയെ അവഗണിച്ച് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. ആ രീതികൾ അത്ര ഭൂഷണമായിരിക്കില്ല കേട്ടോ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അധ്യാപകരെ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ കൂടെ നിന്ന് മാതാപിതാക്കൾ പലപ്പോഴും അധ്യാപകരെ ശരിക്കും വരപ്പിക്കുന്ന ഒരു പ്രത്യേകത. അച്ഛനോട് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛനെ അറിയാൻ മതി. പലപ്പോഴും അധ്യാപകരെ ശരിക്കും കോർണർ ചെയ്യാന്ന് പറയില്ലേ, ശരിക്കും നമ്മൾ അധ്യാപകരുടെ കൂടെ നമ്മൾ നിന്നില്ലെങ്കിൽ നാളെ പ്രിയ സഹോദരങ്ങളെ, ഈ കുട്ടികൾ ഇന്ന് മാതാപിതാക്കളും കുട്ടികളും കൂടി നമ്മുടെ അധ്യാപകരെ ഇന്ന് ശരിക്കും ഒരു വേട്ടയാടുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നാളെ കുട്ടികൾ മാതാപിതാക്കൾക്കെതിരെ തിരിയും. അതുകൊണ്ട് മാതാപിതാക്കളോട് അച്ഛന് പറയാനുള്ളത്, നിങ്ങളുടെ ടീച്ചർമാരെ ശരിക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അവർ ടീച്ചർമാരെ വിസിറ്റ് ചെയ്യണം. എന്നിട്ട് കുട്ടികൾ പറയുന്നത് മാത്രമല്ല, അധ്യാപകർ നിങ്ങളുടെ മക്കളെക്കുറിച്ച് പറയുന്നത് കേൾക്കണം. ചിലപ്പോഴൊക്കെ നല്ല കുട്ടിക്കുറുമ്പുകൾ നമ്മുടെ പിള്ളേർ, വീട്ടിലൊക്കെ നല്ല കുട്ടികളാണെങ്കിലും സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു കുട്ടിക്കുറുമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം, അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കണം. അങ്ങനെ ശരിക്കും ഒരു 1-ാം തീയതി ഇന്നലെ ആയിരുന്നെങ്കിലും ഇന്ന് സ്കൂളിൽ തുറന്നല്ലേ, കർത്താവ് നമ്മുടെ മക്കളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന അച്ഛൻ പ്രഭാതത്തിൽ ബലിയർപ്പിച്ചപ്പോൾ ശക്തമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു അധ്യയന വർഷം നമ്മുടെ മക്കൾക്ക് യേശുവിനെ കുറെ കൂടി സ്നേഹിക്കാനുള്ള ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.